23 സങ്കീർത്തനം വളരെ ചെറിയ പ്രായം മുതൽ നമ്മൾ വായിക്കുകയും കാണാതെ പഠിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ്. 23 സങ്കീർത്തനത്തിൽ ഏറ്റവും പ്രസക്തമായ ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു. ഒരു നല്ല ഇടയൻ എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രമേയം തന്നെ. അതിൻ്റെ ഏറ്റവും അവസാന വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നന്മയും കരുണയും എൻ്റെ ജീവകാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ദാവീദിനാൽ എഴുതപ്പെട്ടെന്ന് പറയുന്ന ഈ സങ്കീർത്തനത്തിൽ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു വാക്യമാണിത്. ആ വാക്യം ഇപ്രകാരമാണ്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്: ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നിടത്തോളം കാലം നന്മയും കരുണയും എന്നെ പിന്തുടരും. അതായത് നാം ദൈവസന്നിധിയിൽ വസിച്ചാൽ, ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്താൽ നമുക്ക് യാതൊരു കുറവും ഉണ്ടാകത്തില്ല. നമ്മുടെ നന്മകൾക്ക് മുടക്കം വരുത്തില്ല. നമുക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതാണ് ഒരു ഭക്തനെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയെന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയി ജീവിതം പരാജയപ്പെട്ട് തകർന്നുപോയ ഒത്തിരി ആളുകളെ നമ്മുടെ ചുറ്റുപാടും കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദാവീദ് ഇവിടെ പറയുന്നൊരു കാര്യം, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുക. പല സമയങ്ങളിലും ദൈവാലയത്തിൽ വസിക്കുന്നതിനെക്കുറിച്ച് ദാവീദ് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഞാനൊരു കാര്യം യഹോവയോട് അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, എൻ്റെ ജീവകാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ എന്ന് മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും സൗഭാഗ്യകരമായ ഒന്ന് എന്ന തിരിച്ചറിവാണ് ദാവീദിനെ ഇപ്രകാരം എഴുതാൻ കൃപ കൊടുക്കുന്നത്. നന്മയും കരുണയും നാം അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. നാം ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം ദൈവം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. കാരണം ഒരു ഇടയൻ്റെ ഉത്തരവാദിത്തമാണല്ലോ ഈ ആടുകൾക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ഏത് കാര്യത്തിനും മതിയായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടുന്നതെല്ലാം പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കി, നാളെ രാവിലെ എന്ത് കഴിക്കണം, നാളെ ഉച്ചയ്ക്ക് എന്ത് പൊതി കൊണ്ടുപോകും, വൈകിട്ട് എന്ത് കഴിക്കും എന്നുള്ള ആകുലത അവർക്കില്ലല്ലോ. കാരണം എന്താണെന്നറിയാമോ? അവരെ കരുതുന്നൊരു മാതാവും പിതാവും ഉണ്ടെന്നുള്ള ബോധ്യം കൊണ്ടാണ് അങ്ങനെ അവർ ചിന്തിക്കാത്തത്. അപ്പം നമ്മെ കരുതുന്നൊരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടുന്ന എല്ലാം നൽകി തരുന്നൊരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നമ്മൾ ആശങ്കപ്പെട്ടു പോകത്തില്ല, നിരാശപ്പെട്ടു പോകത്തില്ല. അതുകൊണ്ട് തന്നെ നാം ധൈര്യത്തോടെ പറയണം, ഞാൻ ദൈവാലയത്തിൽ വസിക്കും. മറ്റൊരർത്ഥത്തിൽ എൻ്റെ ഹൃദയത്തിലുള്ള കർത്താവിൻ്റെ സ്ഥാനം കുറഞ്ഞു പോകത്തേയില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എൻ്റെ സ്ഥാനം കൂടിക്കൊണ്ടേയിരിക്കും. കർത്താവിന് ഞാൻ പ്രഥമ സ്ഥാനം നൽകും ഏത് കാര്യത്തിലും. അപ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നെങ്കിൽ, നാം ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുന്നെങ്കിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം അതത് സമയത്ത് അവൻ നൽകിത്തരും. ഒരു മാതാവ്, ഒരു പിതാവ് ഒരു കുഞ്ഞിന് വേണ്ടി ഇത് നൽകുന്നത് എത്ര മഹത്തരമാണ്. ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നുണ്ട്, സ്വർഗസ്ഥനായ ഒരു പിതാവ് നിങ്ങൾക്ക് എത്ര അധികം ചെയ്യും? ലോകത്തിലെ മാതാവും പിതാവും ചെയ്യുന്നതിനേക്കാളും അധികം ചെയ്യാൻ കഴിയുന്നൊരു ദൈവമുള്ളത് കൊണ്ട് നാം ധൈര്യത്തോടെ പറയണം, എന്നെ കരുതുന്ന, എനിക്ക് വേണ്ടുന്നെല്ലാം നൽകിത്തരുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇന്ന് പകലത്തെ ചിന്തയും അത് തന്നെയാണ്. നിങ്ങൾ ദൈവത്തോട് ചേർന്നാണോ യാത്ര ചെയ്യുന്നത്? പിന്നെന്തിനാണ് നിങ്ങൾ വറി? പിന്നെന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്? പിന്നെന്തിനാണ് നിങ്ങൾ ആശങ്കപ്പെടുന്നത്? എന്തിനാണ് ചിന്താകുലപ്പെടുന്നത്? നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അതത് സമയത്ത് കരുതാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. ആ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് പത്രോസ് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. തനിക്ക് ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ലാഞ്ഞപ്പം ഒരു മീനിനെ പിടിച്ച മീനിൻ്റെ വായിൽ നിന്ന് പോലും കരുതാൻ കഴിഞ്ഞൊരു ദൈവമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ടായിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിട്ടുണ്ട്. പിന്നെന്തിനാണ് നിങ്ങൾ അവിശ്വാസിയാകുന്നത്? പിന്നെന്തിനാണ് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്? പിന്നെന്തിനാണ് നിങ്ങൾ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നത്? കൂടുതൽ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യാം. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട്. അവൻ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും പറ, ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കും, നന്മയും കരുണയും എന്നെ പിന്തുടരും. അതെ, അനുഗ്രഹങ്ങളുടെ പുറകെ നമ്മൾ ഓടുകയല്ല. നാം ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഇന്നും പകലിലും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകട്ടെ, നന്മകൾ നൽകട്ടെ. ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യാം. അവിടെയാണ് ഏറ്റവും പ്രഥമ സ്ഥാനം നൽകേണ്ടത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.